ഇനി കൂടുതൽ പ്രതികരണങ്ങൾ നടത്തണ്ട എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിഷയം എൻ്റെ കൈവിട്ട് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെയാണ് ഇപ്പോൾ തീരുമാനം. എൻ്റെ പേരിലുള്ള കേസുകളുടെ എണ്ണം എന്നത് വെറും 4 അതായത് എനിക്ക് നേരെ ഉണ്ടായിരുന്ന പാർട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കേസുകളും തീർപ്പായതാണ്. പിന്നീട് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് കേസുകളുണ്ട്. ആ കേസുകളുടെ ഭാഗമായിട്ടുള്ള ഒരു 4ഓളം കേസുകൾ 2021-നും 23-നും ഇടയിലുള്ള കേസുകൾ, അത് മാത്രമാണ് എൻ്റെ പേരിൽ ബാക്കിയുള്ളത്. 4 കേസുകൾ. അതിലൊന്ന് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ടി-നെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസാണ്. അതായത് ഞാനും എൻ്റെ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ട് ആ ടി ഒരു വനിതാ ടിയെ കൊണ്ട് അവരെ ഞാൻ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ടായി. അതിന് ഞാൻ 10 ദിവസം വിയ്യൂർ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഭാവിയിൽ എന്താവും എന്ന് കണ്ടറിയാം. അപ്പോൾ അത്തരത്തിൽ 4 കേസുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ എന്നെയാണ് കോതമംഗലത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു അന്യായമായ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും വിട്ടത്. അതായത് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ വീണ്ടും 21 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിന്റെ വികാര പ്രകടനമാണ് ഞാൻ നടത്തിയത്. എന്റെ ആവശ്യം ന്യായമാണ്. ആ കേസ് പുനരന്വേഷിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെതിരെ ആ കേസ് ഉണ്ടാക്കിയത്, ആ കേസ് ചുമത്തിയത്, ആരുടെ നിർബന്ധപ്രകാരമാണ്, ആരാണ് അതിന് പിന്നിൽ എന്നെല്ലാം ആ കേസെടുത്ത വ്യക്തി SHO തുറന്നു പറയണം. അപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം, ഉള്ള കേസുകളുടെ എണ്ണങ്ങളെല്ലാം കുറച്ച് 0-ലേക്ക് എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പം 23ഓളം കേസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടതിന്റെയും രാഷ്ട്രീയം പറഞ്ഞതിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എല്ലാം വിമർശിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കേസെടുക്കുന്നൊരു നടപടി 10 വർഷക്കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് ഇവർ പരിശോധിച്ചാൽ മതി. അപ്പൊ ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി പരിശോധിക്കണം. മുഖ്യമന്ത്രി പരിശോധിക്കേണ്ട കാര്യമില്ല, കാരണം മൂപ്പർക്ക് പറ്റൂല. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ചെന്നിത്തലയാണ് അതാവാൻ വേണ്ടി ഏറ്റവും യോഗ്യൻ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. CPM-കാരനായതുകൊണ്ട് ഞാൻ പാർട്ടിയിലില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്, എന്നെ തള്ളിപ്പറട്ടുമുണ്ട്. അവര് തള്ളിപ്പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കേസിന്റെ ഭാഗമായി ഞാൻ ഇതിന്റെ ഭാഗവാക്കല്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ആളാണ്. ഞാൻ ഇപ്പോഴും ഇതിനു വേണ്ടി പേനയുന്തുന്നത്, ഇതിനു വേണ്ടി എഴുതുന്നത് ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടും ഇത് എന്റെ സ്വഭാവ രീതിയായി മാറിയത് കൊണ്ടും ഇതെന്റെ രക്തത്തിൽ അരിഞ്ഞത് കൊണ്ടുമാണ്. അപ്പൊ അതിനെല്ലാമുള്ള പാരിതോഷികം, അതിനെല്ലാമുള്ള സ്നേഹം എനിക്കിന്നൊരു നേതാവ് തന്നു. കാരണം ഞാൻ ഒരു തരത്തിലും അടുപ്പിക്കാൻ വേണ്ടി പറ്റാത്ത, അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്നത്. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യവും എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ഈ വിഷയം തുടങ്ങിയത് കോതമംഗലം SHO ആണ്. എന്റെ ജീവിതമാണ് തകർന്നത്. എന്റെ പ്രതീക്ഷകളും എന്റെ ഭാവി കാര്യങ്ങളും എല്ലാമാണ് തകർന്നത്. എന്റെ മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾ 6 പേരുടെ ആ ഒരൊറ്റ കേസാണ് ഇത്തരത്തിൽ കേരളത്തിലെ പോലീസ് സേന മൊത്തത്തില് റോഡ് മൊത്തം ചെക്കിങ് വെച്ച് എല്ലാ വണ്ടിയും പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. CI പ്രശാന്തൻ ആ ജോലിയിൽ തുടരാൻ അർഹനല്ല എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു, എപ്പോഴും ഞാൻ പറയും. ഒരാൾ അധികാര ദുർവിനിയോഗം നടത്തി നിരപരാധികളെ കള്ളക്കേസ് ചുമത്തി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാണ്. അയാൾ എന്തിന്റെ പുറത്താണ്, ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഈ പണി ചെയ്തത് എന്ന് അന്വേഷിക്കാൻ പോലീസ് സേന, ബഹുമാനപ്പെട്ട പോലീസ് സേന തയ്യാറാവണം. ഞാൻ കേരള പോലീസിനെതിരല്ല. കേരള പോലീസിനെ ഞാൻ വില കുറച്ച് കാണുന്നുമില്ല. കേരള പോലീസിനോട് എനിക്ക് ഒരു വിരോധവുമില്ല. എനിക്കുണ്ടായിരുന്ന പകയും പ്രതികാരവും വിരോധവും എല്ലാം കോതമംഗലം SHO പ്രശാന്തനോട് മാത്രമാണ്. പ്രശാന്തിനെതിരെയാണ് ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടതിൽ 2 വാക്കുകൾ മാത്രമേ എനിക്ക് പിഴച്ചു പോയിട്ടുള്ളൂ. അത് ഞാൻ പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാത്രമേ കുറ്റബോധമുള്ളൂ, മറ്റൊന്നിലും എനിക്ക് ഇപ്പോഴും കുറ്റബോധമില്ല.
പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. പറയേണ്ടത് പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ശീലിച്ചതും. അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വരുന്ന എല്ലാ കോൺസിക്വൻസും നേരിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതിപ്പം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. അതിപ്പോ പക്വത കുറഞ്ഞതായിരിക്കാം, എടുത്തുചാട്ടായിരിക്കാം, അതെന്തോ നിങ്ങൾ വിലയിരുത്തിക്കോ, അതെന്റെ വിഷയമല്ല. എനക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് ജീവിക്കുക. അത് ആരുടെ മുമ്പിലും കുനിഞ്ഞു നിന്നിട്ടോ തല താഴ്ത്തിയിട്ടോ പേടിച്ചു നിന്നിട്ടോ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പറയേണ്ടത് പറഞ്ഞു തന്നെ പോകും. ഇപ്പോഴത്തെ പ്രശ്നം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോതമംഗലം CI കള്ളക്കേസ് എടുക്കുന്നു, ഞാൻ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ജാമ്യ ഹർജി കൊടുക്കുന്നു. ആ ജാമ്യം തള്ളുന്നു. ജാമ്യം തള്ളിയതിന്റെ ഭാഗമായി ഞാൻ കീഴടങ്ങാമെന്ന് പറയുന്നു. കീഴടങ്ങാമെന്ന് പറഞ്ഞിട്ടും എന്നെ വന്ന് പിടിച്ച് എന്തോ ആക്കിക്കളയാമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്തരത്തിലൊരു വികാര പ്രകടനം നടത്തിയത്. ആ വികാര പ്രകടനം നടത്തിയതിന്റെ ഭാഗമായിട്ട് വീണ്ടും കേസ് വന്നു. അത് പോലീസ് സേനയെ മൊത്തത്തിലല്ല ഞാൻ വെല്ലുവിളിച്ചത്. അയാൾ എന്റെ ഭാര്യയ്ക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളല്ലേ, നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതല്ലേ, അവൻ എവിടെയുണ്ടെന്ന് പറ, നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാര്യനെ വിളിച്ചിട്ട് പറയാ അവനെ ഒറ്റത്തന്ന് സഹായിക്കണമെന്ന്. ആ ഒരു വികാരം കൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. അപ്പോ ഇപ്പോൾ നിലവിൽ കേരള പോലീസ് മൊത്തം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടേണ്ട ഒരാളാണോ ഞാൻ എന്ന് കേരള പോലീസ് പരിശോധിക്കുക.